സന്യാസത്തെ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കാത്തതുപോലെ തന്നെ ഇഷ്ടമില്ലാത്ത വിവാഹ ജീവിതത്തിൽ ജീവിതത്തിൻ്റെ അവസാനം വരെ കടിച്ചു പിടിക്കണമെന്നും ഇസ്ലാം എന്ത് ചെയ്യുന്നില്ല, നിർബന്ധിക്കുന്നില്ല. ഇത് രണ്ടും മനുഷ്യാവകാശത്തെ ഇസ്ലാം വളരെ സുന്ദരമായ രീതിയിൽ നൽകിയതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ്. ഒരു മനുഷ്യന് വിവാഹ ജീവിതം നയിക്കലാണ് ഏറ്റവും അഭികാമ്യമായുള്ളത്. പ്രവാചകന്റെ മുന്നിൽ വന്നിട്ട് ഒരാൾ, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും കല്യാണം കഴിക്കൂല, ഞാനിങ്ങനെ സന്യാസിയായിട്ട് നടക്കാൻ പോവാണെന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ തിരുത്താണ് ചെയ്തത്. അങ്ങനെ നടക്കാൻ പറ്റൂല, ഞാനങ്ങനെ നടന്നിട്ടില്ല, അത് മതത്തിൻ്റെ ഭാഗമല്ല. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലുള്ള മറ്റു മതങ്ങളെല്ലാം നിഷ്കർഷിക്കുന്നത് പോലെ ഒരു വിവാഹം കഴിഞ്ഞാൽ ആ വിവാഹത്തിൽ ഒരു തരത്തിലും ഒത്തുപോകാൻ പറ്റൂലെങ്കിലും ജീവിതത്തിൻ്റെ അവസാനം വരെ അവളെ അല്ലെങ്കിൽ അവനെ സഹിച്ച് കടിച്ച് പിടിച്ച് തൂങ്ങിക്കിടക്കുന്നതിനെയും ഇസ്ലാം എന്ത് ചെയ്യുന്നില്ല, പ്രോത്സാഹിപ്പിക്കുന്നില്ല. അംസികൂഹുന്ന ബിൽ മഅറൂഫ് വസരിഹൂഹുൻ, ഒന്നിക്കൽ നല്ല രീതിയിൽ മുന്നോട്ട് പോവുക അല്ലെങ്കിൽ നല്ല രീതിയിൽ പിരിയുക. ഇതാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ആശയം. എങ്കിലും തലാഖിനെ കുറിച്ചും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെക്കുറിച്ചും നമ്മൾ സംസാരിക്കുമ്പോൾ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആവർത്തിച്ചാവർത്തിച്ച് പറഞ്ഞ ഒരു വസ്തുതയാണ് സുൽഹാണ് ഏറ്റവും നല്ലത് എന്നത്. കാരണം തലാഖ് എന്നത് മുസ്ലിമിന് അല്ലാഹു അനുവദിച്ച വിഷയമാണെങ്കിലും പിശാചുക്കൾ ഏറ്റവും കൂടുതൽ അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ഹദീസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എല്ലാ വൈകുന്നേരങ്ങളിലും കടൽക്കരകളിൽ ശൈത്താന്മാരും അവരുടെ കൂട്ടുകാരും ഒരുമിച്ച് കൂടുമെന്നും അവരവരുടെ അന്നത്തെ പ്രവർത്തനത്തിൻ്റെ എല്ലാം അവലോകനം നടത്തുമെന്നും അന്ന് ഏതെങ്കിലും ഒരു പിശാച് ഏതെങ്കിലും ഒരു ദമ്പതികളെ വേർപിരിക്കുന്നതിന് പ്രയത്നിച്ചത് ഫലം കണ്ടിട്ടുണ്ടെങ്കിൽ ആ പിശാചിന് അന്ന് സമ്മാനം കൊടുക്കുമെന്നെല്ലാമുള്ള ഹദീസുകൾ നിക്കാഹ് ഖുതുബകളുടെ വേളകളിൽ നാം എമ്പാടും കേൾക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ സുൽഹാണ് ഏറ്റവും ഖൈറായത് എന്ന് പരിശുദ്ധ ഖുർആനും ഇസ്ലാമും പഠിപ്പിക്കുന്നു. എന്നാലും ഒരു തരത്തിലും സുൽഹുമായി മുന്നോട്ട് പോകില്ല, ഏറ്റവും നല്ലത് തലാഖാണ് എന്ന അവസ്ഥ വരുമ്പോൾ അത് എങ്ങനെയാണ്, ഏത് വിധത്തിലൊക്കെ ആയിരിക്കണം, അതിൻ്റെ വിധികളും കാര്യങ്ങളും ഒക്കെ എങ്ങനെയാണ് എന്നൊക്കെ പരിശുദ്ധ ഇസ്ലാം വളരെ വ്യക്തമായി നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറയുടെ 222 ആയത്തിലൂടെ 26 ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, للذين يؤلون من نسائهم تربص 4 أشهر فإن فاءوا فإن الله غفور رحيم وإن عزموا الطلاق فإن الله سميع عليم للذين يؤلون من نسائهم تربص 4 أشهر. ഒരു കൂട്ടം ആളുകൾ അവർ ഈലാ പ്രഖ്യാപിച്ചു. ഈലാ എന്ന് പറഞ്ഞാൽ എന്താണ്? അറബികൾക്കിടയിൽ ഉണ്ടായിരുന്ന ഒരു സമ്പ്രദായമാണത്. അവരവരുടെ ഭാര്യമാരോട് പറയും, ഇനി ഞാൻ നീയുമായിട്ട് ബന്ധപ്പെടൂല, ഞാൻ നീയുമായിട്ട് ഇനി സംയോഗത്തിൽ ഏർപ്പെടുന്ന പ്രശ്നമില്ല, എനിക്ക് നീ നിന്റെ ഉമ്മ എൻ്റെ ഉമ്മയെ പോലെയാണ്, പെങ്ങളെ പോലെയാണ് എന്നൊക്കെ പറയുന്ന ഒരു ഏർപ്പാട് അറബികൾക്കിടയിൽ ഉണ്ടായിരുന്നു. അങ്ങനെ ആരെങ്കിലും പറഞ്ഞു പോയാൽ 4 മാസത്തിനുള്ളിൽ അവരെന്ത് ചെയ്യണം? അത് തിരുത്തണം. നാവ് കൊണ്ടല്ല, പ്രവർത്തനത്തിലൂടെ തിരുത്തണം എന്നാണ് പണ്ഡിതന്മാർ പഠിപ്പിച്ചു തരുന്നത്. ഈ ഒരു ആയത്തിലൂടെ ഉലമാക്കൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്, ഈലാ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും 4 മാസത്തിൽ കൂടുതൽ ഭാര്യമാരെ വിട്ടുനിൽക്കുന്നത് ഇസ്ലാമികമായി അഭികാമ്യമല്ല. ജോലിക്ക് വേണ്ടിയായാലും മറ്റെന്ത് ആവശ്യങ്ങൾക്ക് വേണ്ടിയായാലും പ്രവാസ ജീവിതത്തിലായാലും 4 മാസത്തിൽ കൂടുതൽ ഭാര്യയും ഭർത്താവും തമ്മിൽ വേർതിരിഞ്ഞിരിക്കുന്നത് ഇസ്ലാമിക വിരുദ്ധമാണ്, ഇസ്ലാം പഠിപ്പിക്കുന്ന ആശയങ്ങൾക്ക് വിരുദ്ധമാണെന്ന് നമുക്ക് കാണാൻ കഴിയും. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ കാലത്താണ് ഇസ്ലാമിക സാമ്രാജ്യം എമ്പാടും വ്യാപിച്ചത്. ഒരുപാട് നാടുകൾ ഇസ്ലാമിന്റെ കീഴിലേക്ക് വന്നത് ഉമർ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിലാണ്. ആ കാലഘട്ടത്തിൽ മദീനയിൽ നിന്ന് പട്ടാളക്കാരെ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലുമായി വിന്യസിക്കേണ്ടിയിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു സഹാബ വനികതകളുമായി കൂടിയാലോചിച്ച് ഒരു പെണ്ണിന് ഏറ്റവും കൂടുതൽ എത്രയാണ് ഭർത്താവ് ഇല്ലാതെ കഴിഞ്ഞുകൂടാൻ കഴിയുക എന്ന ചർച്ചയുടെ പരിണിത ഫലമായി അദ്ദേഹം എടുത്ത തീരുമാനമാണ് 4 മാസം എന്നത്. ആ 4 മാസത്തിൽ കൂടുതൽ ഒരു പട്ടാളക്കാരനും തൻ്റെ നാട് വിട്ട് പുറം നാടുകളിൽ ഉണ്ടാവരുത് എന്ന് ഉമർ റളിയല്ലാഹു അൻഹു കർക്കശമായി നിർണയിച്ചിരുന്നു.
ഇങ്ങനെ ഈ ഇലാഹിന്റെ വിഷയത്തിൽ ആണെങ്കിലും അല്ലെങ്കിലും 4 മാസത്തിൽ കൂടുതൽ ഭാര്യയും ഭർത്താവും തമ്മിൽ വേർതിരിച്ചിരിക്കാൻ പാടില്ല. അത് പെണ്ണിനെയും ആണിനെയും തെറ്റിലേക്ക്, ഹറാമിലേക്ക് നയിക്കാൻ സാധ്യതയുണ്ട് എന്ന് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചിരുന്നു. ഇനി ആ 4 മാസക്കാലം അയാൾ തിരിച്ചു പറഞ്ഞിട്ടില്ല, മാറ്റി പറഞ്ഞിട്ടില്ല. ഇൻ അസമു ത്വലാഖ്, നിങ്ങൾ വിവാഹമോചനത്തിൽ അടിയുറച്ചു നിൽക്കുകയാണെങ്കിൽ ഫഇന്നല്ലാഹ സമീഉൻ അലീം, നിങ്ങൾ അറിയുക അല്ലാഹു എല്ലാം കാണുകയും അറിയുകയും ചെയ്യുന്നവനാണ്. എന്നിട്ട് അടുത്ത ആയത്തുകളിൽ വിവാഹമോചനത്തെക്കുറിച്ചും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല വിവരിക്കുകയാണ്. വൽ മുതല്ലഖാതു യതറബ്ബസ്ന ബിഅൻഫുസിഹിന്ന തലാത്തത ഖുറൂ, വിവാഹമോചനം ചെയ്യപ്പെട്ട സ്ത്രീകൾ അവരുടെ യുദ്ധ കാലഘട്ടം എന്ന് പറയുന്നത് 3 ശുദ്ധി കാലഘട്ടമാണ്. ഇവിടെ ഇസ്ലാമിക വിവാഹമോചനം എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, ഒരു സുപ്രഭാതത്തിൽ ചായക്ക് കുറച്ച് മധുരം കുറഞ്ഞു പോയി എന്ന് പറഞ്ഞിട്ട് എനിക്ക് നിന്നെ വേണ്ടാന്ന് പറയില്ല. ഒരിക്കലും ഇസ്ലാമിൽ വിവാഹമോചനമല്ല. എപ്പോഴാണ് ത്വലാഖ് ചെല്ലേണ്ടത് എന്ന വിഷയത്തിൽ പോലും ഇസ്ലാമിന് വ്യക്തമായ നിഷ്കർഷയുണ്ട്. എപ്പോഴാണ് ത്വലാഖ് ചെല്ലേണ്ടത്? ആർത്തവകാലം കഴിഞ്ഞ് സ്ത്രീ ശുദ്ധയായതിനു ശേഷം ആ ശുദ്ധ കാലഘട്ടത്തിൽ ബന്ധപ്പെടാതെയാണ് ത്വലാഖ് ചെല്ലേണ്ടത്. അവിടുന്ന് ഇദ്ദ തുടങ്ങാൻ. അങ്ങനെ 3 ശുദ്ധികാലം കഴിഞ്ഞാൽ 3ാമത്തെ ശുദ്ധികാലത്തിന്റെ ആർത്തവകാലത്തിൽ അവളുടെ ഇദ്ദ പൂർത്തിയാവുമെന്നാണ്. ഇതാണ് 3 സലാസത്ത് ഖുറൂ, 3 ശുദ്ധികാലം എന്ന് പരിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ആ ത്വലാഖിലുള്ള ഓരോ വഴികളും, ഒരു സ്ത്രീയെ, തന്റെ ഭാര്യയെ ത്വലാഖ് ചൊല്ലി കഴിഞ്ഞാൽ എവിടെയാണ് അവൾ നിൽക്കേണ്ടത്? വലാ യഖ്റുജന മിൻ ബുയൂതിഹിന്ന ഇല്ലാ അയതീന ബിഫാഹിഷതി മുബയ്യിന, നിങ്ങളുടെ വീടുകളിൽ നിന്ന് ഒരിക്കലും നിങ്ങൾ അവരെ പുറത്താക്കരുത്. നിങ്ങളുടെ ചെലവിൽ, നിങ്ങളുടെ മേൽനോട്ടത്തിൽ, നിങ്ങളുടെ കൂടെ തന്നെയാണ് ഈ 3 ശുദ്ധകാലം അവർ കഴിച്ചു കൂട്ടേണ്ടത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നിഷ്കർഷിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതിൽ ചോയ്സ് ഇല്ല, ഇത് നിർബന്ധമായിട്ട് പറഞ്ഞതാണ്. നിങ്ങൾ അവരെ വീടുകളിൽ നിന്ന് പുറത്താക്കരുത്, നിർബന്ധമാണ്. അവർ പോവുകയും ചെയ്യാൻ പാടില്ല. ഒരു പെണ്ണിനെ ഒരു പുരുഷൻ തലാഖ് ചൊല്ലിയാൽ അവളുടെ ഇദ്ദ കാലഘട്ടം കഴിയുന്നതിന് മുന്നേ ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ അവൾക്ക് അവകാശമില്ല, ഇറക്കി വിടാൻ ഭർത്താവിനും അവകാശമില്ല എന്നതാണ്. ഈ 3 മാസക്കാലം അവർ ഒരുമിച്ച് കഴിയേണ്ടതുണ്ട്. എന്തിനു വേണ്ടിയാണ് ഇസ്ലാം ഇങ്ങനെ ഒരു നിയമം ഉണ്ടാക്കിയത്? ഈ 3 മാസക്കാലം ഒരുപക്ഷെ വർഷങ്ങളോളം ഒരുമിച്ച് ജീവിച്ച ഭാര്യ ഭർത്താക്കന്മാർ അവർ പരസ്പരം അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമ്പോൾ പെട്ടെന്നൊരു പൊട്ടിത്തെറിയിൽ ഞാൻ നിന്നെ തലാഖ് ചൊല്ലി എന്നൊക്കെ പുരുഷന്റെ വായിൽ നിന്ന് വീണേക്കാം. അങ്ങനെ സംഭവിച്ചാലും ഈ 3 മാസത്തെ സഹവാസത്തിൽ അവർക്ക് മാനസാന്തരം ഉണ്ടാവാൻ സാധ്യതയുണ്ട്, മനസ്സ് മാറാൻ സാധ്യതയുണ്ട്, അവർ വീണ്ടും ഒരുമിക്കാൻ സാധ്യതയുണ്ട്. ഒരു ഭാര്യയും ഭർത്താവും പിരിയുക എന്ന് പറഞ്ഞാൽ അതിന്റെ പരിണിത ഫലങ്ങളും ദൂരവ്യാപകമായ ഫലങ്ങളുമെല്ലാം വളരെ വലുതാണ്. അവരുടെ മക്കൾ വല്ലാത്ത അവസ്ഥയിലായി തീരും, 2 കുടുംബങ്ങൾ ശത്രുതയിലായി തീരും. ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥയൊക്കെ വരുന്നത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, ഭാര്യയെ നിങ്ങൾ ത്വലാഖ് ചൊല്ലിക്കഴിഞ്ഞാൽ നിങ്ങളുടെ വീടുകളിൽ തന്നെ അവരുടെ ഇദ്ദ കാലഘട്ടം കഴിയുന്നത് വരെ കഴിഞ്ഞുകൊള്ളട്ടെ. ആ ഇദ്ദ കാലഘട്ടത്തിൽ ഭാര്യയുടെ എല്ലാ കാര്യങ്ങളും നടത്തി കൊടുക്കേണ്ടത് ഭർത്താവ് തന്നെയാണ്. വലാ യഹില്ലു ലഹുന്ന അയക്തുംന മാ ഖലഖല്ലാഹു ഫീ അർഹാമിഹിൻ, സ്ത്രീകളാകട്ടെ ആ യുദ്ധ കാലഘട്ടത്തിൽ തങ്ങളുടെ ഗർഭപാത്രത്തിൽ അല്ലാഹു എന്തെങ്കിലും സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഭർത്താവിന്റെ കുട്ടി ആ ഗർഭപാത്രത്തിൽ വളരുന്നുണ്ടെങ്കിൽ അവരൊരിക്കലും അത് മറച്ചു വെക്കാനും പാടില്ല എന്നുള്ളതാണ്. എന്നിട്ട് അടുത്ത വചനത്തിൽ അല്ലാഹു പറയുന്നു, വബുഉലതുഹുന്ന അഹഖു ബിറദ്ദിഹിന്ന ഫീ ദാലിക ഇൻ അറാദു ഇസ്ലാഹ, അവരുടെ ഭർത്താക്കന്മാരാണ് അവരെ തിരിച്ചെടുക്കാൻ ഏറ്റവും അർഹരായവർ. അവർ ഇസ്ലാഹ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അവർ ഇസ്ലാഹ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ. പ്രിയപ്പെട്ടവരെ, ഇസ്ലാമിൽ തലാഖ് എന്ന് പറഞ്ഞാൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് വളരെ വ്യക്തമായി പരിശുദ്ധ ഖുർആൻ ഘട്ടം ഘട്ടമായി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. സൂറത്തു നിസായിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ, അർരിജാലു ഖവ്വാമൂന അലൻ നിസാഇ ബിമാ ഫദ്ദലല്ലാഹു ബഅദഹും അലാ ബഅദ് വബിമാ അൻഫഖൂ മിൻ അംവാലിഹിം. കുടുംബജീവിതം എന്ന് പറഞ്ഞാൽ ഒരു വടംവലിയല്ല, അധികാര വടംവലിയല്ല. ഞാനാണോ വലുത്, നീയാണോ വലുത്, എനിക്കാണോ കൂടുതൽ അധികാരം, നിനക്കാണോ കൂടുതൽ അധികാരം, സ്ത്രീ പുരുഷ സമത്വം എന്നൊക്കെ പറഞ്ഞ് ഫെമിനിസവും അതുപോലെ തന്നെ മെയ്ഷാവനസൊക്കെ പറഞ്ഞിട്ട് പരസ്പരം തല്ലുകൂടേണ്ട ഒരു വേളയല്ല ഒരിക്കലും കുടുംബജീവിതം. മറിച്ച് കുടുംബജീവിതത്തിൽ ആരാണ് കൈകാര്യകർത്താവ്, ആരാണ് ഭരണകർത്താവ്, ആർക്കാണ് മേൽക്കൈ എന്ന് പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അർരിജാലു ഖവ്വാമൂന അലൻ നിസാ, പുരുഷന്മാർക്ക് സ്ത്രീകളുടെ മേൽ വ്യക്തമായ കൈകാര്യ അധികാരമുണ്ട്. ഒരു വീട്ടിൽ തീരുമാനമെടുക്കേണ്ടത് പുരുഷനാണ്. ഒരു വീട്ടിലെ കാര്യങ്ങൾ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമ്പോൾ ആ അഭിപ്രായത്തിൽ ന്യായവും അന്യായവും ഇല്ലാത്ത അഭിപ്രായങ്ങളാണെങ്കിൽ അതിൽ പുരുഷന്റെ അഭിപ്രായത്തിനാണ് മുൻതൂക്കം എന്നെല്ലാം ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ വളരെ വ്യക്തമായി പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണത്? ബിമാ ഫദ്ദലല്ലാഹു ബഅദഹും അലാ ബഅദ്, അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരിൽ ചിലരെ അവൻ മഹത്വപ്പെടുത്തിയിട്ടുണ്ട്. സ്ത്രീ പുരുഷന്മാരുടെ ശരീരശാസ്ത്രം എടുത്തു നോക്കിയാലും മനഃശാസ്ത്രം എടുത്തു നോക്കിയാലും ഒരു പ്രതിസന്ധിയെ നേരിടാൻ, ഒരു ഭരണം നടത്താൻ, അതുപോലെ തന്നെ കാര്യങ്ങൾ വളരെ നന്നായി മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ പുരുഷന്മാർക്ക് ശാരീരികമായും മാനസികമായും അല്ലാഹു സുബ്ഹാനഹു വ തആല കഴിവ് കൊടുത്തിട്ടുണ്ട് എന്ന കാര്യത്തിൽ വലിയ
വലിയ അഭിപ്രായ വ്യത്യാസമൊന്നും ആർക്കുണ്ടാവില്ല. ഇനി വളരെ വിരളമായി അപൂർവമായി എന്തുണ്ടാവാം, പുരുഷനേക്കാൾ പ്രാപ്തിയുള്ള ശാരീരിക ശക്തിയുള്ള സ്ത്രീകൾ ഉണ്ടാവാം, മാനസിക ശക്തിയുള്ള കൈകാര്യകർത്തൃത്വത്തിന് കൂടുതൽ പ്രാപ്തിയുള്ള സ്ത്രീകൾ ഉണ്ടാവാം. പക്ഷെ അതൊരിക്കലും ജനറൽ ആയിട്ടുള്ള റൂൾ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള കാര്യമല്ല. സാധാരണഗതിയിൽ അള്ളാഹുവിന്റെ സൃഷ്ടിപ്പ് എങ്ങനെയാണ്? സ്ത്രീയേക്കാൾ ഒരു പടി മുന്നിലാണ് അള്ളാഹു പുരുഷനെ സൃഷ്ടിച്ചിരിക്കുന്നത്. അവളേക്കാൾ ജീവശാസ്ത്രപരമായ പരിമിതികൾ പുരുഷന് കുറവാണ്. അതുകൊണ്ട് തന്നെ കുടുംബത്തിന്റെ ഉത്തരവാദിത്വമായാലും കുടുംബത്തിന്റെ ഭരണമായാലും പുരുഷനെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിച്ചിരിക്കുന്നത്. വബിമാ അൻഫഖൂ മിൻ അംവാലിഹിം, മാത്രമല്ല സ്ത്രീക്ക് എത്ര വലിയ ശമ്പളത്തിന്റെ ജോലി ഉണ്ടെങ്കിലും, അവൾ എത്ര പണക്കാരിയാണെങ്കിലും, എത്ര വലിയ സമ്പന്നയാണെങ്കിലും, അവളുടെ ചെലവിന്റെ കാര്യം പുരുഷന്റെ ഉത്തരവാദിത്വമാണ്. അവൾക്ക് അവളുടെ ഭക്ഷണം, അവളുടെ വസ്ത്രം, അവളുടെ പാർപ്പിടം എല്ലാം പുരുഷന്റെ ഉത്തരവാദിത്വമാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിക്കുന്നു. ഇനി ഈ വിഷയങ്ങളെല്ലാം ഒരാൾ ഉണ്ടാവുകയും വല്ലാത്തി തഖാഫൂന നുശൂസഹുൻ ഫഅദൂഹുന്ന വഹ്ജുറൂഹുന്ന ഫിൽ മദാജിഇ വദ്രിബൂഹുൻ, സ്ത്രീകളുടെ ഭാഗത്ത് നിന്ന് അനാവശ്യമായ പിണക്കങ്ങളും അനുസരണക്കേടുകളും ഒരാൾ നേരിടുകയാണെങ്കിൽ എന്താണ് അതിനുള്ള പ്രതിവിധി എന്ന് പരിശുദ്ധ ഖുർആൻ പറയാണ്. എന്താ പ്രതിവിധി? ഞാൻ നിന്നെ 1-ാം തലാക്കും 2-ാം തലാക്കും 3-ാം തലാക്കും ചെല്ലിയെന്ന് പറഞ്ഞിട്ട് മുത്തലാഖ് ഒന്നിച്ചങ്ങോട്ട്, മുത്തലാഖ് എന്ന് പറഞ്ഞ വിഷയം തന്നെ പരിശുദ്ധ ഖുർആനിലും തിരു ഹദീസിലും ഇല്ലാത്തതാണ്. ഇസ്ലാമില്ലാത്ത അങ്ങനെ ഒരു തലാഖ് ഇല്ല. എന്താണ് ഒരു സ്ത്രീയുടെ ഭാഗത്ത് നിന്നും മനസ്സിന് പിടിക്കാത്ത പെരുമാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന്റെ പ്രതിവിധി എന്താണ്? ഒന്നാമതായി അള്ളാഹു പറയുന്നത് ഫഅദൂഹുൻ, നീ അവളെ ഉപദേശിക്കണം. എങ്ങനെ ഉപദേശിക്കണം? ഖുർആൻ കൊണ്ട് ഉപദേശിക്കണം, ഹദീസ് കൊണ്ട് ഉപദേശിക്കണം, റസൂലുള്ളാഹിന്റെ ചര്യ കൊണ്ട് ഉപദേശിക്കണം. എന്നിട്ട് ആ ഉപദേശത്തിലൊന്നും അവളെ നന്നാവുന്നില്ല, അവളെ ശരിയാവുന്നില്ല, പഴയ അനുസരണക്കേടിൽ തന്നെ അവൾ തുടരാണ്, പഴയ പിണക്കത്തിലും ധിക്കാരത്തിലും അവൾ അങ്ങനെ തുടർന്നു പോവുകയാണെങ്കിൽ പിന്നീട് നീ എന്ത് ചെയ്യണം? വഹ്ജുറൂഹുന്ന ഫിൽ മദാജിഅ, നീ അവളുടെ കിടക്കപ്പായയിൽ നിന്ന് അവളെ മാറ്റിക്കിടത്തണം. നീ അവളുടെ കൂടെ കിടക്കരുത്, അവളുടെ കൂടെ ക്ഷയിക്കുന്നതിൽ നിന്ന് നീ മാറി നിൽക്കണം. അതൊരു പ്രതിഷേധത്തിന്റെ സൂചനയാണ്, നമ്മുടെ ഉള്ളിലുള്ള ഒരു വേദനയുടെയും പ്രയാസത്തിന്റെയും സൂചനയാണത്. എന്നിട്ടും അവളെ നന്നാവുന്നില്ലെങ്കിൽ വദ്രിബൂഹുൻ, നീ അവളെ അടിക്കണം. ഇത് ഖുർആൻ പറഞ്ഞതാണ്. അടിക്കണം എന്ന് പറഞ്ഞാൽ അടിച്ചു സൈഡാക്കല്ല. ആ അടിയുടെ രീതി എന്താണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ വ്യക്തമായി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതൊരു പ്രതിഷേധത്തിന്റെ സൂചനയാണ്. ശരീരത്തിന് വേദനിക്കാതെ, മുഖത്തടിക്കാതെ ഒരു പ്രതിഷേധത്തിന്റെ സൂചന മാത്രമാണ്. ദോദരിബൂഹുൻ ഫൈൻ അത്അനകും, ഈ നിലപാടുകളിലെല്ലാം അവൾ നന്നാവുകയാണെങ്കിൽ ഫലാ തബ്ഗു അലൈഹിന്ന സബീല, അതിനുശേഷം നീ അവളുടെ എതിരിൽ യാതൊരു തരത്തിലുള്ള നിലപാടുകളും എടുക്കാൻ പാടില്ല. അവൾക്കെതിരിൽ നീ ഒരു കാര്യവും അന്വേഷിക്കാനും പാടില്ല. അവളെ നീ സാധാരണ പോലെ സ്വീകരിക്കുകയും വേണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ. പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു വലഹുന്ന മിസ്ലുല്ലദി അലൈഹിന്ന ബിൽ മഅറൂഫ്, നിങ്ങൾക്ക് അവളിൽ നിന്ന് ഒരുപാട് അവകാശങ്ങളുണ്ട്, ശരിയാണ്. അതുപോലെ തന്നെ അവൾക്ക് നിങ്ങളിൽ നിന്നും ഒരുപാട് അവകാശങ്ങളുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചിരുന്നു. എന്താണ് സ്ത്രീകളുടെ അവകാശങ്ങൾ? ഒന്നാമതായി അവൾക്ക് മാനസികമായ അവകാശങ്ങൾ നിന്നിൽ നിന്നുണ്ട്. അവൾക്ക് മാനസിക അവളുടെ മനസ്സിന്റെ വേദനകൾ മനസ്സിലാക്കുക, ആവശ്യങ്ങൾ മനസ്സിലാക്കുക. ഇതൊരു ഭാര്യയുടെ അവകാശമാണ്. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയുടെ മനസ്സിനെ, അവരുടെ വേദനയെ, അവരുടെ ചിന്തകളെ എപ്രകാരം മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലൂടെ, ചരിത്രത്തിന്റെ ഗ്രന്ഥങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റുള്ള ഭാര്യമാരുമായി ഇടപഴകുന്ന സമയത്ത് എത്രത്തോളം അവരുടെ വികാരങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്, വിചാരങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്, ആവശ്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നെല്ലാം പ്രവാചകന്റെ ജീവിതത്തിലൂടെ വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. രണ്ടാമത്തെ അവകാശം എന്ന് പറയുന്നത് അവരുടെ ശാരീരികമായ അവകാശമാണ്. പെണ്ണിന്റെ ശാരീരികമായ അവകാശം എന്താണ്? നിനക്ക് ലൈംഗിക സുഖവും സംതൃപ്തിയും നൽകുന്നത് പോലെ തന്നെ അവൾക്കും സുഖവും സംതൃപ്തിയും നൽകേണ്ട ബാധ്യത നിനക്കുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദീസിലൂടെ വളരെ വ്യക്തമായി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇസ്ലാം, പ്രിയപ്പെട്ടവരെ, ഒരു കാര്യത്തിനും മറയില്ലാതെ പ്രവാചകന്റെ സദസ്സിലേക്ക് സ്ത്രീകളടക്കമുള്ള ആളുകൾ വന്നിട്ട് അവർക്കുള്ള സംശയം കൃത്യമായി ചോദിച്ചിരുന്നു. യാതൊരു മടിയുമില്ലാതെ അവയെല്ലാം ചോദിച്ച് ക്ലിയർ ചെയ്തിട്ടാണ് അവർ മുന്നോട്ട് പോയത്. അതുകൊണ്ട് തന്നെ ഒരു പെണ്ണിന് നൽകേണ്ട അതിന്റെ ഭാഗമാണ് ഈ 4 മാസത്തിൽ കൂടുതൽ മാറി നിൽക്കാൻ പാടില്ല എന്നുള്ളത്. ഇപ്പൊ ലൈംഗികതയുടെ സമയത്ത് പാലിക്കേണ്ട മര്യാദകൾ എന്തൊക്കെയാണ് എന്നെല്ലാം വളരെ വ്യക്തമായി പരിശുദ്ധ ഹദീസുകളിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അവിടെ ഇണയെ പരിഗണിക്കണമെന്നും അവളുടെ വികാരങ്ങളെയും ആവശ്യങ്ങളെയും മാനിക്കണമെന്നുമെല്ലാം പരിശുദ്ധ ഇസ്ലാം വളരെ വ്യക്തമായി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല തലാഖിന്റെ വിഷയത്തിലേക്ക് വീണ്ടും വരികയാണ്. അല്ലാഹു പറയുന്നു അത്വലാഖു മർറതാൻ, തലാഖ് എന്ന് പറയുന്നത് 2 വട്ടമാണ്.
2 പ്രാവശ്യമാണ്. 2 വാക്കുകളും 3 വാക്കുകളും എന്നല്ല പറഞ്ഞത്, 2 പ്രാവശ്യമാണ്. ഫഇംസാകും ബിമഅറൂഫിൻ ഔ തസ്രീഹും ബിഇഹ്സാൻ. എന്നിട്ട് നിങ്ങൾക്ക് അവളെ നല്ല രീതിയിൽ സ്വീകരിക്കാം, അല്ലെങ്കിൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് അവളെ പറഞ്ഞയക്കുകയും ചെയ്യാം. ഇനി ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഒരു കുഴപ്പവും പ്രശ്നവും ഉണ്ടായി, ഈ കാര്യങ്ങളൊക്കെ സ്വീകരിച്ചു, എന്ത് ചെയ്തു? അടിച്ചു നോക്കി, കടക്കപ്പായിൽ നിന്ന് മാറ്റി നിർത്തി നോക്കി, ഉപദേശിച്ചു നോക്കി, എന്നിട്ടൊന്നും നന്നാവില്ല. അവർ രണ്ടുപേരും വീണ്ടും വഴക്കത്തിലും പ്രശ്നത്തിലായിട്ട് മുന്നോട്ട് പോവാണ്. വൈൻ ഖിഫ്തും ശിഖാഖ ബൈനിഹിമാ ഫബഅസു ഹകമൻ മിൻ അഹ്ലിഹി വഹകമൻ മിൻ അഹ്ലിഹാ. അവളുടെ കുടുംബത്തിൽ നിന്ന് സംസാരിക്കാനുള്ള കഴിവുള്ള പക്വതയും വിവേകമുള്ള ഒരാൾ മുന്നോട്ട് വരട്ടെ, അവന്റെ കുടുംബത്തിൽ നിന്നും സംസാരിക്കാൻ കഴിവുള്ള പക്വതയുള്ള ഒരാൾ മുന്നോട്ട് വരട്ടെ. എന്നിട്ട് അവർ തമ്മിൽ സംസാരിച്ചിട്ട് ഒരു സമവായത്തിലെത്തട്ടെ. അത്രത്തോളം അതിനുപോലും കഴിയുന്നില്ല, ഇടപെട്ടിട്ടും കഴിയുന്നില്ല, ഉപദേശിച്ചിട്ടും കഴിയുന്നില്ല, അടിച്ചു നോക്കിയിട്ടും കഴിയുന്നില്ല, കിടക്കപ്പായിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടും കഴിയുന്നില്ല. എന്നിട്ടും കഴിയുന്നില്ലെങ്കിലാണ് അള്ളാഹു എന്ത് പറഞ്ഞത്? നിങ്ങൾ തലാഖിലേക്ക് പോയിക്കോന്ന് പറഞ്ഞത്. അങ്ങനെ തലാഖിലേക്ക് പോയി, തലാഖ് ചൊല്ലിക്കഴിഞ്ഞാൽ ഗുഡ് ബൈ പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് പിരിയലല്ല, ഒരേ വീട്ടിൽ അവർ താമസിക്കണം. കാരണം പിരിയുന്നതിന്റെ വേദന എന്താണ് എന്ന് അവർ രണ്ടുപേരും മനസ്സിലാക്കണം. ആ മനസ്സിലാക്കുന്ന സമയം ഒരു പക്ഷേ ഈ അടി കൊണ്ടുണ്ടാവാത്ത, ഉപദേശം കൊണ്ടുണ്ടാവാത്ത, കിടക്കപ്പായിൽ നിന്ന് മാറ്റി നിർത്തുന്നതിൽ ഉണ്ടാവാത്ത, കുടുംബങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ടുണ്ടാവാത്ത മാറ്റങ്ങൾ ആണിന്റെയും പെണ്ണിന്റെയും ഹൃദയത്തിൽ ഉണ്ടായേക്കാം. ആ സമയത്തും മാറ്റില്ലെങ്കിൽ പിന്നെ സലാസത്ത് ഖുറൂ കഴിഞ്ഞാൽ, 3 ശുദ്ധികാലം കഴിഞ്ഞാൽ അവർ പിരിയൽ തന്നെയാണ് അഭികാമ്യം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. ഇനി അങ്ങനെ പിരിഞ്ഞിട്ട് അവർക്ക് വീണ്ടും ഒന്നിക്കാൻ തോന്നാൻ, ഈ യുദ്ധകാലം കഴിഞ്ഞു, തലാഖ് കഴിഞ്ഞിട്ട് യുദ്ധകാലം കഴിഞ്ഞു, വീണ്ടും അവർക്ക് ഒരുമിക്കാൻ തോന്നാൻ അല്ലാഹു പറയുന്നു, നിങ്ങൾ വീണ്ടും നിക്കാഹ് കഴിക്കുക, വീണ്ടും അവൾക്ക് അവളെ നിക്കാഹ് കഴിക്കാം, കല്യാണം കഴിക്കാം, എന്നിട്ട് വീണ്ടും അവർക്ക് അതുപോലെ ജീവിക്കാം. വീണ്ടും ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ, വീണ്ടും ഇതേ ആവർത്തി എല്ലാ കാര്യങ്ങളും ചെയ്തു നോക്കണം. ചെയ്തതിന് അവസാനം അവര് തമ്മിൽ പിരിഞ്ഞാൽ ഈ യുദ്ധ കാലഘട്ടം ഒരുമിച്ച് താമസിക്കണം. ഈ യുദ്ധ കാലഘട്ടം ഒരുമിച്ച് താമസിച്ച് വീണ്ടും തലാഖിൽ തന്നെ കലാശിച്ചാൽ, മൂന്നാമതായി ഒരു ഒരുമിക്കൽ ഇസ്ലാം ഒരിക്കൽ എന്ത് ചെയ്യുന്നില്ല, പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നതാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. അതിന്റെ മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല മഹറുമായി ബന്ധപ്പെട്ട, വിവാഹമൂല്യവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട നിയമങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. അല്ലാഹു പറയുന്നു, വലാ യഹില്ലു ലക്കും അൻ തഅഖുദു മിമ്മാ ആതൈതുമൂഹുന്ന ഷൈഅൻ ഇല്ലാ അൻ യഖാഫ അല്ലാ യുഖീമ ഹുദൂദല്ലാഹ്. നിങ്ങൾ ഒരു പെണ്ണിനെ വിവാഹമോചനം ചെയ്യാൻ തീരുമാനിച്ചാൽ അവൾക്ക് നിങ്ങൾ നൽകിയ വിവാഹമൂല്യത്തിൽ നിന്ന് യാതൊന്നും തിരിച്ചു സ്വീകരിക്കാൻ നിങ്ങൾക്ക് യാതൊരു അവകാശവുമില്ല. അത് പൂർണ്ണമായും അവൾക്ക് അവകാശപ്പെട്ടതാണ്. നിങ്ങൾ ഒരു പെണ്ണിനെ തലാഖ് ഇല്ലെന്നുണ്ടെങ്കിൽ ഒരിക്കലും അവൾക്ക് നൽകിയ മഹറിൽ നിന്നോ അവൾക്ക് നിങ്ങൾ നൽകിയ എന്തെങ്കിലും തരത്തിലുള്ള ഉപഹാരങ്ങളിൽ നിന്നോ ചെലവിൽ നിന്നോ തിരിച്ചു വാങ്ങാൻ നിങ്ങൾക്ക് യാതൊരു അവകാശവുമില്ല. ഇനി തിരിച്ചു വാങ്ങാം എന്നൊരവസ്ഥ എത്തുന്നത് എപ്പോഴാണ്? പ്രതിഫലം വാങ്ങിച്ചുകൊണ്ടുള്ള തലാഖിലാണ്. അതിനെയാണ് ഖുൽഇ എന്ന് പറയുക. തലാഖിന് കൂടുതൽ ആവശ്യക്കാരി പെണ്ണായിരിക്കുകയും ആണിന് അതിന് ആവശ്യമില്ലാതിരിക്കുകയും ചെയ്യുന്ന സമയം വിവാഹമൂല്യം തിരിച്ചു തരാം, അല്ലെങ്കിൽ അതിന് തുല്യമായ മറ്റെന്തെങ്കിലും തിരിച്ചു തരാം എന്ന ഉപാധിയോടുകൂടി പെണ്ണിന്റെ വീട്ടുകാർ പുരുഷനെ സമീപിക്കുകയും ആ ഉപാധി അംഗീകരിച്ചിട്ട് അയാൾ വിവാഹമോചനം നൽകുകയും ചെയ്യുന്നതിനാണ് ഖുൽഇ എന്ന് പറയുന്നത്. ഇതെപ്പോഴാണ് സംഭവിച്ചത്? റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ ഒരു സഹാബി വനിത വരികയാണ്. എന്നിട്ട് അവർ പറയുകയാണ്, എനിക്ക് എൻ്റെ ഭർത്താവിന്റെ സ്വഭാവത്തെക്കുറിച്ച് യാതൊരു പരാതിയില്ല, അദ്ദേഹത്തിന്റെ ദീനിനെ കുറിച്ചും യാതൊരു പരാതിയില്ല, പക്ഷേ അദ്ദേഹത്തിന് ശാരീരികമായ ചില വൈകല്യങ്ങളുണ്ട്, എൻ്റെ ആവശ്യങ്ങളെ നിവൃത്തി തരാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല, അതുകൊണ്ട് എനിക്ക് വിവാഹമോചനം വേണം എന്ന് റസൂലുള്ളാഹിന്റെ സദസ്സിൽ വന്നിട്ടൊരു സഹാബ വനിത പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് തിരിച്ചു ചോദിച്ചു, അയാൾ നിങ്ങൾക്ക് നൽകിയ വിവാഹമൂല്യം തിരിച്ചു കൊടുക്കാൻ നിങ്ങൾ തയ്യാറാണോ? ആ സ്ത്രീ പറഞ്ഞു, അതെ, ഞാൻ തയ്യാറാണ്. അങ്ങനെ ആ സഹാബ വനിതയ്ക്ക് കൊടുത്ത വിവാഹമൂല്യമായി കൊടുത്ത തോട്ടം തിരിച്ചു നൽകുകയും അവർ വിവാഹമോചനം വാങ്ങിക്കുകയും ചെയ്തു. ഇതിനെയാണ് ഖുൽഇ എന്ന് പറയുന്നത്. ഖുൽഇന്റെ അടിസ്ഥാനത്തിൽ ഈ വിവാഹമൂല്യം തിരിച്ചു കൊടുക്കുന്നത് കൊണ്ട് യാതൊരു പ്രശ്നവുമില്ല. ഇനി വിവാഹമൂല്യം തിരിച്ചു കൊടുക്കാതിരുന്നാലും ഈ ഖുൽഇന്റെ വിഷയത്തിൽ ഖുൽഇ ശരിയാകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇനി ഖുൽഇ നടന്നാൽ പിന്നെ യുദ്ധകാലത്ത് തിരിച്ചെടുക്കുന്ന പ്രശ്നമില്ല. ഖുൽഇന്റെ യുദ്ധകാലം എന്ന് പറയുന്നത് ഒരു ഖുറൂ ആണ്, ഒരു ആർത്തവകാലം മാത്രമാണ്. ഈ ഒരു ആർത്തവകാലത്തിൽ തിരിച്ചെടുക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഖുൽഉ നടന്നു കഴിഞ്ഞാൽ വീണ്ടും ഒരു നിക്കാഹിലൂടെ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ പെണ്ണിനെ വീണ്ടും തിരിച്ചെടുക്കാൻ പാടുള്ളൂ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചിരുന്നു. 3 തലാഖും നടന്ന് 3 വട്ടം ഇവർ പിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അവർ രണ്ടുപേരും ഒന്നിക്കണമെങ്കിൽ അതിനെന്താണ് മാർഗം? പരിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നു, ഹത്താ തൻകിഹ സൗജൻ ഗൈറ. സുബ്ഹാനല്ലാഹ്, ഈ തലാഖും നിക്കാഹും എന്നൊക്കെ പറഞ്ഞാൽ തമാശയും കളിയൊന്നുമല്ല. 3 വട്ടം നിന്റെ പെണ്ണിനെ നീ ഒഴിവാക്കി, നിന്റെ ഭാര്യയെ നീ ഒഴിവാക്കി തലാഖിലെത്തി കഴിഞ്ഞാൽ 4ാമത് നിനക്ക് അവളെ വിവാഹം കഴിക്കണം എന്നുണ്ടെങ്കിൽ വേറൊരു പുരുഷൻ അവളെ വിവാഹം കഴിക്കേണ്ടതുണ്ട്.
ഈ വിവാഹം എന്ന് പറഞ്ഞാൽ ഒരിക്കലും എന്താ പറയുക, നമ്മുടെ നാട്ടിലുള്ള ഒരു സമ്പ്രദായം ഉണ്ട്, ആചാരം നിൽക്കൽ എന്ന് പറയും അതിന്. ഈ ആചാരം നിൽക്കുന്ന ആളുകളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ നിൽക്കുന്നവരെയും നിൽക്കപ്പെടുന്നവരെയും ശപിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. എന്താണ് നമ്മുടെ നാട്ടിലെ ഏർപ്പാട്? എന്താണ്? ഒരു സുപ്രഭാതത്തിൽ ഇങ്ങനെ 3-ാം തലാക്ക്, 4-ാം തലാക്ക്, 5-ാം തലാക്ക് എന്നൊക്കെ പറഞ്ഞ് തലാക്കല്ലും, എന്നിട്ട് പിന്നെ തിരിച്ചെടുക്കാൻ തോന്നിക്കഴിഞ്ഞാൽ തിരിച്ചെടുക്കാൻ പറ്റൂലല്ലോ. തിരിച്ചെടുക്കാൻ പറ്റാതിരിക്കുമ്പോൾ എന്ത് ചെയ്യും? വേറെ പുറത്തുള്ള ഒരാളെ കൊണ്ട് ഏതെങ്കിലും ഒരു വിഡ്ഢിയെ കണ്ടുപിടിച്ചിട്ട് അവനോട് പറയും, നീ ഒന്ന് എൻ്റെ ഭാര്യ ഒന്ന് തൽക്കാലം, മുൻ ഭാര്യ ഒന്ന് തൽക്കാലം നിക്കാഹ് ചെയ്യണം, എന്നിട്ടൊന്ന് ഒഴിവാക്കി തരണം, എന്നിട്ട് ഞാൻ വീണ്ടും കഴിച്ചോളാം. ഈ ഏർപ്പാട് ഇസ്ലാം പഠിപ്പിക്കുന്നില്ല എന്നുള്ളതാണ്. ഹദീസിൽ വളരെ വ്യക്തമായി വന്നിട്ടുണ്ട്, ഈ പെണ്ണിനെ സാധാരണമായ ഗതിയിൽ നിക്കാഹ് നടക്കണം. അവൾ ഒരാളെ ഇഷ്ടപ്പെട്ട് ആഗ്രഹിച്ച് അവൾ നിക്കാഹ് ചെയ്യണം, എന്നിട്ട് അവർ തമ്മിൽ ബന്ധം നടക്കണം, സംയോഗം നടക്കണം, എന്നിട്ട് സ്വാഭാവികമായ രീതിയിൽ തലാഖ് നടക്കണം. സ്വാഭാവികമായ രീതി എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പറഞ്ഞ അടിക്കണം, അതുപോലെ തന്നെ കിടക്കപ്പായിൽ നിന്ന് മാറ്റി നിർത്തണം, അതുപോലെ തന്നെ ഉപദേശിക്കണം, അതുപോലെ തന്നെ കുടുംബക്കാരെ തമ്മിൽ ചർച്ച ചെയ്യണം. ഇതെല്ലാം കഴിഞ്ഞിട്ട് തലാഖ് ചൊല്ലിയാൽ വീണ്ടും രണ്ടുപേരും ഒരുമിച്ച് 3 ശുദ്ധികാലം വീട്ടിൽ ഒരുമിച്ച് കഴിയണം. എന്നിട്ടുമില്ലെങ്കിൽ അവൻ തലാഖ് ചൊല്ലണം. എന്നിട്ട് തലാഖിന്റെ യുദ്ധകാലത്തിൽ അവൻ തിരിച്ച് എത്തിയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യാം? ഇയാൾക്ക് 1ാമത്തെ ഭർത്താവിനെ സ്വീകരിക്കുക എന്നുള്ളതാണ്. അതായത് യഥാർത്ഥത്തിൽ ഇസ്ലാം പഠിപ്പിക്കുന്നത് 3 തലാഖോടുകൂടി അവിടെ അവസാനിച്ചു എന്നുള്ളതാണ്. പിന്നെ ഒരു നാടക തലാഖിനെയൊന്നും ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല. നമ്മുടെ നാട്ടിൽ ഈ തലാഖുമായി ബന്ധപ്പെട്ട് ഒരുപാട് സംശയങ്ങളും ഒരുപാട് പ്രശ്നങ്ങളും ആളുകൾക്കിടയിൽ നിലനിൽക്കുന്നുണ്ട്. നമ്മുടെ കണ്ണൂർ ജില്ലയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ തലാഖിന്റെ 1ാമത്തെ ഘട്ടമാണ് തലാഖ് കഴിഞ്ഞാൽ ഭാര്യയും ഭർത്താവും ഒരുമിച്ച് താമസിക്കുക എന്നുള്ളത്. ആ സംഭവം ഇവിടെ നടക്കൂല. ഇവിടെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ തലാഖിന്റെ വിഷയത്തിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ പുതിയാപ്പിള വീട്ടിലേക്ക് വരൂല. ഭാര്യ ഒരു സ്ഥലത്താണ്, ഭർത്താവ് ഒരു സ്ഥലത്താണ്, പിന്നെ ഒരുമിക്കുന്ന പ്രശ്നമില്ലല്ലോ. കണ്ണൂർ ജില്ലയിൽ തലാഖ് നടക്കാൻ ഭയങ്കര എളുപ്പമാണ്. ശരിക്കു പറഞ്ഞാൽ ഭാര്യ താമസിക്കേണ്ടത് ഭർത്താവിൻ്റെ യഥാർത്ഥമായ വീട്ടിൽ തന്നെയാണ്. ഭർത്താവിൻ്റെ ചെലവിലുള്ള ഭർത്താവ് എടുത്ത വീട്ടിലാണ്. അതാണ് ഇസ്ലാമികമായ രീതി. സഹാബത്തൊക്കെ അങ്ങനെയാണ് ജീവിച്ചത്. അങ്ങനെ ജീവിക്കുമ്പോൾ മാത്രമേ ഇത്തരത്തിലുള്ള ഇസ്ലാമിക നിയമങ്ങൾ കൃത്യമായി പാലിക്കപ്പെടാനും സാധിക്കുള്ളൂ. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു അവസരമില്ല. എന്നാലും തലാഖ് നടന്നു കഴിഞ്ഞാൽ ഒരുമിച്ച് ജീവിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. അതിലൂടെ തന്നെ വലിയൊരു വിഭാഗം ഡിവോഴ്സിനെ, വിവാഹമോചനങ്ങളെ നമുക്ക് സമൂഹത്തിൽ നിന്ന് ഇല്ലാതാക്കാൻ കഴിയും. അള്ളാഹുവിൻ്റെ അഹ്കാമുകളെയും അവൻ്റെ നിയമങ്ങളെയും കൃത്യമായി ജീവിതത്തിൽ പാലിക്കുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മേവരെയും അവൻ ഉൾപ്പെടുത്തുമാറാകട്ടെ. വനസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വഅൻ ജമീഇൽ മുസ്ലിമീന അജ്മഈൻ വനസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.